ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടത്ത് തന്നെ കാണും. അവിടെ ഇരിക്കൂ. മിസ്റ്റർ നമ്പ്യാർ സംസാരിക്കട്ടെ. 10-15 വർഷം നമ്പ്യാർ സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ്. ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മറുകണ്ഠ മാധവൻ കൊടുത്തത്. കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല. അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ. പഴയ കഥയൊന്നും പറഞ്ഞാലും മിടുക്കരാവാൻ നോക്കണ്ട. ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാർ തന്നെയാ. ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഒട്ടും സമ്മതിക്കത്തുമില്ല. അതെന്താ, സീറ്റ് നമ്പ്യാരുടെ കുത്തകയാണോ? മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കുണ്ട് ക്ലൈം. ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ, തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെന്റെ കാല് വാരിയത്. കാല് വാരിയ പാടെ നിലം തൊടാതെ വീണില്ലേ? അതെ, കിഷണച്ചന്റെ കാലിന് ബലമില്ലാഞ്ഞിട്ടാ. ഇപ്പോഴാണെങ്കിൽ കാലും മുക്കാലും കുഴിയിലുമായി. പോരാഞ്ഞിട്ട് അരിസസും വാദവും കാറ്ററാക്റ്റും. ഈ വയസ്സാം കാലത്ത് വല്ല പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് ഇങ്ങോട്ട് പോരും. എടോ ജയമാല, നിന്റെ അച്ഛൻ ബട്ടർ കൊച്ചുകേശവൻ കളക്ടർ സാഹിബിന്റെ മദാമയുടെ കാല് തിരുമ്മിയും അരക്കളപ്പെരയിലെ ആട്ടുസൂപ്പിന് ഉപ്പ് നോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പഠിത്തവും പള്ളിക്കൂടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു കൃഷ്ണപിള്ളച്ചേട്ടനൊക്കെ. ഇന്ന് ബട്ടർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ തലമുടി തെറിച്ചേനെ ഇതുപോലെ. അയാൾക്കും പിടിപെട്ടേനെ വാദവും അനുസരിച്ചും ഒക്കെ. ഹൈക്കമാൻഡിന്റെ തീരുമാനം വല്ലതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ചർച്ച ഇങ്ങനെ നേടുന്നത്? ദേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി. രഹസ്യമായി ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ. ചോദ്യങ്ങൾ ഇങ്ങോട്ടുമാവാം. അതെങ്ങനെ വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് വേണം? അന്നാക്കിലിട്ട് കുത്തണോ? നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. സസ്പെൻസ് വേണ്ട. എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? നമ്പ്യാരുടെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തോന്ന് അവിടെ ഇരിക്കണോ? ഹൈക്കമാൻഡിന്റെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ നമ്പ്യാരുടെ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണാവോ? സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കമുള്ളതുകൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ്. അയ്യോ, മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാവേ. പറഞ്ഞു തീരട്ടെ പറയാമേ. അവിടെ ഇരിക്കേ. സിഎംഎ, പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. പക്ഷെ ഒന്നുണ്ട്, മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാണിന്മേൽ കളി. അത് മറക്കണ്ട. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി. ഒപ്പം നിങ്ങളുടെ പതനവും. പേടിപ്പിക്കാതോ. നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാ. കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ വരെ ഒന്ന് പോകേണ്ടി വരും. അത്ര തന്നെ. നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ്, അതായത് അളന്ന് കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായകമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേരിക്കാരുടേതാണ്. അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. അവർ കൈവിട്ടാൽ നമ്മൾ തോക്കും, മന്ത്രിസഭ വീഴും. ഹിന്ദുസ്ഥാൻ ചേരിക്കാർ ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തിട്ടുണ്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ. അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറുകണ്ഠ മാധവനെ ജയിപ്പിച്ചത്. എന്നിട്ട് നമ്മളവരെ പറ്റിച്ചു. ഇനി അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ നേതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ. സമ്മതിച്ചു, സത്യമാണ്. എടോ, ഈ സിറ്റുവേഷനൊക്കെ പണ്ടേ ഞാൻ ഇന്റലിജൻസ് വഴി ഗ്രഹിച്ചതാ. അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് അവിടെ നിന്നുള്ള കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ, പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും. അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ്. പകരം പൊതുസമ്മതനായ സാധാരണക്കാരിൽ ഒരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. ഇത് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുവാനും
പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും നമ്പ്യാരോട് അഭ്യർത്ഥിക്കുന്ന പാർലമെന്ററി ബോർഡിന്റെ കത്ത്. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാവണമെന്ന് ഞാൻ തീരുമാനിക്കും. അവനെ ജയിപ്പിക്കും. എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും. നോക്കിക്കോ, അന്ന് നമ്പ്യാർക്കും ഉണ്ടാവും ചില തീരുമാനങ്ങൾ. അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും. നമുക്ക് കാണാം.